എന്താണ് ചേച്ചി വെള്ളം കൂടിയാണോ? 2-3 ദിവസമായിട്ടേ വെള്ളം കൂടി കുറച്ച് കുറവാ. അതുകൊണ്ട് ഒരു ദിവസം 4 കുപ്പി വെള്ളമെങ്കിലും കുടിക്കാൻ തീരുമാനിച്ചു. ഓ തീരുമാനിച്ചു. ഒരു 5 ദിവസം ഇതേപോലെ കുടിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ നിർത്തും. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാ. ഇത് അതുപോലെ ഒന്നും അല്ല, സ്ഥിരമായിട്ട് ഞാൻ കുടിക്കും. കുടിച്ചാ നല്ലത്. ആരേച്ചി അറിയാൻ പോള പരിചയമില്ലാത്ത നമ്പറാണോ? എടു. ഹലോ, ആരാണ്? ആ കേശ് എവിടെയുണ്ട്? ഞാൻ കൊടുക്കാം. ആര്? ഉഷ ചേച്ചി. ചേട്ടാ മിണ്ടായി ചേട്ടാ. ആയേച്ചി ഓ അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓ ഞാൻ വരാം. അല്ല ചേച്ചി അത് നല്ല സ്പീഡുള്ളത് തന്നെ വേണം. അത് സ്ലോ ആയി കഴിഞ്ഞാൽ കാര്യം മൊത്തം സ്ലോ ആവുന്നു. ഓ ചേച്ചി ഞാൻ വരാം. ചേച്ചി വെറുതെ കാശുള്ള പരിപാടിക്ക് നിൽക്കല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തോന്നിയ ദിവസത്തിന് വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അമ്മ ചെയ്യണം, ഞാൻ വിട്ടിട്ട് പോകും. ശരി ചേച്ചി, ഞാൻ വരാം. ഇതാ ട്യൂഷൻ ക്ലാസ്സിന്റെ അവിടുത്തെ ഉഷ ചേച്ചിയാണോ? ഉഷ ചേച്ചി തന്നെ, മനസ്സിലായില്ലേ? അല്ല, പുള്ളിക്കാരിക്ക് എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? അത് ഞാൻ കൊടുത്തത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണ്ടേ? സീനെന്താടാ? എന്താണ് തോന്നിയ ദിവസം കാണിച്ചിട്ടിട്ട് പോകുന്നൊക്കെ പറഞ്ഞാട്ടല്ലോ. എടി അത് നമ്മുടെ ഈ കോമൺ സർവീസ് സെന്റർ ഇല്ലേ, ഡിജിറ്റൽ സേവാ കേന്ദ്രം, ഉഷ ചേച്ചിയുടെ വീടിന്റെ ഫ്രണ്ടിലുള്ളത്. മനസ്സിലായി. കോമൺ സർവീസ് സെന്ററാ? ഓ, പൊതുസേവന കേന്ദ്രം, നമ്മുടെ അക്ഷയ പോലത്തെ. കണ്ടിട്ടുണ്ട്. അത് അവിടുത്തെ ഉഷ ചേച്ചിയുടെ വീടിന്റെ ഫ്രണ്ടിലത്തെ. അത് രതീഷ് ഏട്ടന്റെ ആയിരുന്നു. രതീഷ് ഏട്ടനും ഞാനും തമ്മിൽ നല്ല കമ്പനി ആയിരുന്നു. അപ്പൊ രതീഷ് ഏട്ടൻ അതിപ്പോ വിൽക്കാൻ പോകണം. ആ കാര്യം എന്നോട് പറഞ്ഞപ്പോ ഞാൻ നേരെ ഇന്ന് ഉഷ ചേച്ചിയുടെ സംസാരിച്ച് എന്റെ നിർബന്ധത്തിന് വഴങ്ങി ഉഷ ചേച്ചി ആ സ്ഥാപനം 1 ലക്ഷം രൂപയ്ക്ക് മേടിച്ചു. നീ എന്തൊക്കെയാണ് കാണിക്കണത്? എന്ത്? അല്ല, ഇത്ര വലിയ കാര്യങ്ങളൊക്കെ നീ എന്തിനു ഡീൽ ചെയ്യണം? എന്തിന്? ചേട്ടാ നന്നായിട്ട് സമ്പാദിക്കാൻ പറ്റുന്ന പരിപാടിയാണിത്. നല്ല ഫണ്ട് കിട്ടും. ഈ പെൻഷൻ മേടിക്കുന്ന ആൾക്കാരും പിന്നെ ഈ തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാരും ഒക്കെ വരണത് ഇതേപോലത്തെ ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിലാണ്. പിന്നെ ഇതുവരെ അവിടെ ഇരുന്ന സ്റ്റാഫിനെ തന്നെ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉഷ ചേച്ചിക്ക് വേറെ വാക്കൊന്നുമില്ല. ഞാനൊന്ന് വിരട്ടിയാൽ മതി, ഉഷ ചേച്ചി അവിടെ നിൽക്കും. ഓ ചേച്ചി ഫോണൊന്നു തന്നെ. വേറെ ആരെയും വിളിക്കരുത്. അല്ല, ഇപ്പൊ ഉഷ ചേച്ചി എന്തിനാ വിളിച്ചത്? ഏടി ഇപ്പൊ എന്തിനാ ഉഷ ചേച്ചി വിളിച്ചത്? ഉഷ ചേച്ചി വിളിച്ചതാ? ഇപ്പൊ ഉഷ ചേച്ചി വിളിച്ചത് എന്തിനായിരുന്നു? മറ്റേ ആ ചേച്ചി അതിന്റെ ഫ്രണ്ട് ഇല്ലേ, സ്ഥാപനത്തിന്റെ ഫ്രണ്ട് ലുക്ക് അങ്ങോട്ട് പോരാ, ഒന്ന് പൊളിച്ചു പണിയാ വന്ന് കാച്ചു കളയണ പരിപാടി. ഞാൻ അതാ ഇപ്പൊ പറഞ്ഞേ, എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി പോന്നു. ഇവനാ കൂടി 10-15 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ തുടങ്ങിയ ഇവനാരാ മോൻ? ഇനിയിപ്പോ ഇവന്റെ മേൽനോട്ടത്തിലാണ് ഈ സ്ഥാപനം നടക്കാൻ പോണത്. ഡിജിറ്റൽ സേവാ കേന്ദ്രം ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ചേട്ടാ അവനാരാ മോൻ? ഇപ്പൊ തന്നെ അവനിങ്ങനെ. അപ്പൊ ഒരു 10-25 വയസ്സായി കഴിഞ്ഞാൽ എന്തായിരിക്കും? ജനകീയനാണ്, കളക്ടറാവും. പിന്നെ എനിക്ക് അയ്യോ പാറുവിന് ചേച്ചി ചോറെടുത്ത് തരാം. കറി ചിക്കൻ ഫ്രൈ ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, പിന്നെ ഓംലേറ്റ് ഉണ്ട്. കുഞ്ഞിന് എന്താ വേണ്ടേ? ഞാൻ വിശ്വസിച്ചു. എനിക്ക് മനസ്സിലായി. ചേച്ചി ചോറെടു. പൊന്നോ, ഒടുക്കത്തെ ജാടയാണല്ലോ. ചേച്ചി മിണ്ടാണ്ടിരിക്കേച്ചി. അതെല്ലാം കേട്ടിട്ടാണെങ്കിൽ അമ്മ വിളിക്കുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ പറഞ്ഞു കൊടുക്കാനായിട്ട്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ആ കുഴിപ്പള്ളത്തമ്മ ഏത്? അപ്പുറത്തെ വീട്ടിലെ കൊച്ചാ? പറഞ്ഞാ കേട്ടില്ലെങ്കിൽ നല്ല അടി കൊടുക്കണമെന്നേ. പിന്നെ അല്ലാണ്ട് ഈ കൊച്ചു പിള്ളേരാന്നുള്ള പരിഗണന ഒന്നും കൊടുക്കരുത്. വാശിയൊക്കെ കാണിക്കുവാണെങ്കിൽ നല്ല അടി അങ്ങോട്ടും തിരിച്ചു കൊടുക്കണം. ഭക്ഷണവും കഴിക്കണില്ലേ? ഓക്കെ. എൻ്റെ അമ്മ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഒരു വിചാരമുണ്ട്. ചെറിയ കുട്ടിയാണെങ്കിലും ഭയങ്കര ബുദ്ധിയാണെന്നാണ് വിചാരം. എവിടെ വെറുതെ. എനിക്കറിയാവുന്ന കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്, ഭയങ്കര ഷോയാണ്. ശരിയമ്മ, ഞാൻ പറഞ്ഞാലും മറക്കല്ലേ. വാശി കാണിക്കുവാണെങ്കിൽ നല്ല തല്ല് കൊടുക്കണം. ശരി, ഓക്കെ. ആരെ ചേച്ചി? കുഴിപ്പളത്തമ്മയാണോ? ആന്നേ, അവിടെ അപ്പുറത്തെ വീട്ടിലെ 2-3 പിള്ളേരെ ഭയങ്കര മെനക്കേടാണെന്ന്, ഭയങ്കര വാശിയാണെന്ന്. അതുകൊണ്ട് ഞാൻ പറയും പിള്ളേരെയൊക്കെ എന്നെ തല്ലി വളർത്തണം എന്ന്. അല്ലേ?
ആ കുട്ടിക്കൊരു വിചാരമുണ്ട് ഭയങ്കര സുന്ദരിയാണെന്ന്. എന്നാ കുളിക്കത്തുമില്ല, പല്ലും തേക്കൂല, മുഖവും കഴുകൂല, കുറെ പൗഡറും തൂത്തിങ്ങനെ നടക്കും. വലിയ 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 പുള്ളിയാണെന്നാ വിചാരം. അതേത് കൊച്ചേച്ചി? അത് അപ്പുറത്തെ വീട്ടിലെ കൊച്ച്. വല്ലതും പറയാൻ വന്നെങ്കിൽ മുഖത്ത് നോക്കി പറയണം. അതിന് നിന്റെ അടുത്ത് എവിടെ ആരും സംസാരിക്കാൻ വന്നേ? ഞാൻ ശിവയുടെ അടുത്തല്ല സംസാരിച്ചുകൊണ്ടിരുന്നേ. ഞാൻ ചേച്ചിയുടെ അടുത്തല്ല പറഞ്ഞത്, ശിവ ചേച്ചിയുടെ അടുത്താ പറഞ്ഞത്. ഓ മതിയുടെ വിട്ടുകള. ശിവ, നീ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. എനിക്കിവിടെ എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹമാണ്. പക്ഷെ ഉടയ്ക്കേണ്ടല്ലോ, ഞാനും ഉടക്കും. നിനക്കറിയാലോ, ഞാൻ അച്ഛനായിട്ട് വരെ വഴക്കിടാറുണ്ട്. അതുപോലെ തന്നെ പടവലത്തെ അമ്മൂമ്മയുടെ അടുത്ത് വഴക്കിട്ടിട്ട് 1 മാസം ഞാൻ മിണ്ടാതിരുന്നേ. തെച്ച് കുറച്ച് ഡേഞ്ചർ ആണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ആൾക്കാരെ വെള്ളം മുടിക്കാൻ പറ്റത്തില്ലെങ്കിൽ നല്ല അടി കൊടുക്കണം. എന്താന്ന്? അത് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞതാ. പിന്നെ ശിവ, ഞാൻ വലിയവരെ തല്ലുന്ന പോലെ തന്നെ ചെറിയ പിള്ളേരെയും തല്ലും. അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. മതിയാക്കി ചേച്ചി, നിർത്ത്. ഇവിടെ എല്ലാവർക്കും അറിയാം ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാറുനെയാണ്. പക്ഷെ ചേച്ചിക്ക് അത് പ്രകടിപ്പിക്കാൻ അറിഞ്ഞൂടെ, അത്ര മാത്രമേ ഉള്ളൂ. എന്നെ സ്നേഹിക്കണ്ട. അയ്യോ, എനിക്കാണെങ്കിൽ നിന്നെ സ്നേഹിക്കാൻ ഇങ്ങനെ കൊതിയായിട്ട് വയ്യ. ആ കൊച്ചിന്റെ മുഖത്ത് എന്തെങ്കിലും പൗഡറോ ലിപ്സ്റ്റിക്കോ എന്തെങ്കിലും കരിയൊക്കെ വെച്ച് തേച്ചൊന്ന് മെനയാക്കി എടുക്ക്. ചെറിയ മുഖം മുങ്ങിപ്പോല അല്ല ചേച്ചി? കിണിക്കണോ? പിള്ളേരെന്തെങ്കിലും വായത്തോന്നിതൊക്കെ വിളിച്ചു പറഞ്ഞത് പ്രോത്സാഹിപ്പിക്കുന്ന ചിരിക്കുന്ന കൊച്ചു സത്യം ഒരൊറ്റൊന്നും തന്നാണ്ടല്ലോ. എടി, ഇതിനൊന്ന് സപ്പോർട്ട് ചെയ്തൂടാ. എന്തെങ്കിലും ഇതിനെ വിളിച്ചോണ്ട് പോയാ അല്ലെങ്കിൽ എന്റെ വാലിക്കണ മൊത്തം കേൾക്കും. പറയുന്ന കേട്ടാ അമ്മൂമ്മയെന്നാ വിചാരം. ശിവ ഇവളെ മര്യാദക്ക് വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ എന്റെ പൊന്ന് ശിവ, കുറച്ച് പൗഡറെങ്കിലും ഇട്ട് കൊടുക്ക്. എനിക്ക് ഇതിന്റെ അടുത്ത് വഴക്കുണ്ടാക്കാനും സംസാരിക്കാനൊന്നും വയ്യ. ഓ ശരി, പാറുവാ, ഞാൻ പാറുവിനെ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത് തരാം. എന്നെ മേക്കപ്പ് തെറ്റി തൊടാൻ പറ്റൂല കേട്ടോ. എനിക്ക് ആടെ സ്നേഹമൊന്നും വേണ്ട. അയ്യോ, അത് പറഞ്ഞാൽ പറ്റൂല, ഞാൻ ഇട്ടുതരാം. വാ. എനിക്ക് ആടെ ഹെൽപ്പൊന്നും വേണ്ട. ചേച്ചി, കൊച്ചാകെ കളിച്ചു നിൽക്കുവാണല്ലോ. ഞാനും കളിപ്പാ. എന്റെ ചേച്ചി അവള് ചെറുതല്ലേ. ഞാൻ വലുതല്ലേ.